ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും ഒരു ദിവസം 2 ജോലികൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒന്ന് നമ്മൾക്ക് ശമ്പളം കിട്ടുന്ന ജോലി, പിന്നെ വീട്ടിലെ ജോലി. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ആരും കാണാത്ത, ശരിക്കും പറഞ്ഞാൽ ആരും അംഗീകരിക്കാത്ത ഒരു മൂന്നാമത്തെ ജോലിയുണ്ട്. അത് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ 24 മണിക്കൂർ നടക്കുന്ന ഒരു ഷിഫ്റ്റാണ്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അദൃശ്യമായ മാനസിക ഭാരത്തെക്കുറിച്ചാണ്. ശരി, നമുക്ക് ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ ദിവസത്തിലെ ഓരോ മിനിറ്റിലും ഒരമ്മ, സമയം, ഊർജം, കുട്ടികളുടെ സന്തോഷം, കുടുംബത്തിന്റെ നിലനിൽപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വട്ടമേശ സമ്മേളനം നടത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും, പ്രത്യേകിച്ച് അമ്മമാർക്ക്, ഇതെത്രത്തോളം സത്യമാണെന്ന് തോന്നിപ്പോകും. ആ ഒരു നിരന്തരമായ സമ്മർദ്ദം, ആ ഒത്തുതീർപ്പുകൾ, അത് വളരെ റിയലാണ്. അപ്പോൾ 2017 ഈ ഒരു വിഷയം ശരിക്കും ആളുകൾക്കിടയിൽ ചർച്ചയാകുന്നത്. യു ഷുഡ് ഹാവ് ആസ്ക്ഡ് എന്ന പേരിലൊരു കോമിക്ക് ഇന്റർനെറ്റിൽ വൈറലായി. എമ്മ എന്നൊരു ഫ്രഞ്ച് കാർട്ടൂണിസ്റ്റിൻ്റേതായിരുന്നു അത്. അതൊരു വെറും കോമിക്കായിരുന്നില്ല, ശരിക്കും പറഞ്ഞ ഒരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ അവർ ഉള്ളിൽ കൊണ്ടു നടന്ന ആ ഒരു നിരാശയ്ക്ക്, ആ ഒരു അനുഭവത്തിന് ആദ്യമായി ഒരു പേരും മുഖവും കിട്ടുകയായിരുന്നു. അപ്പോൾ ഈ മാനസിക ഭാരം എന്നതിലേക്ക് ശരിക്കും കടക്കുന്നതിന് മുൻപ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. അതാണ് രണ്ടാം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാം ഷിഫ്റ്റ് എന്ന വാക്ക് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാമൂഹ്യശാസ്ത്രജ്ഞയായ ആർലി ഹോക്സ്ചൈൽഡാണ് ഇത് മുന്നോട്ട് വെച്ചത്. സംഭവം സിമ്പിളാണ്. നമ്മുടെ ശമ്പളമുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ചെയ്യുന്ന ജോലികളില്ലേ, പാചകം, ക്ലീനിംഗ്, കുട്ടികളെ നോക്കൽ, ആ ശാരീരിക അധ്വാനം, അതാണ് രണ്ടാം ഷിഫ്റ്റ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: വീട് നോക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പാത്രം കഴുകലും തുണി അലക്കലും മാത്രമാണോ? അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായുമുണ്ട്. അതിനപ്പുറമുള്ളൊരു കാര്യമുണ്ടല്ലോ, അതാണ് ശരിക്കും ഈ മാനസിക ഭാരം. അപ്പോൾ എന്താണ് ഈ സംഭവമെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കാം. ഈ ഒരു താരതമ്യം നോക്കിയാൽ സംഭവം ശരിക്കും ക്ലിയർ ആവും. കണ്ടില്ലേ, ഇടതുവശത്തുള്ളത് രണ്ടാം ഷിഫ്റ്റാണ്. അതായത് നമ്മൾ ശരിക്കും ചെയ്യുന്ന ജോലികൾ, തുണി അലക്കുന്നു, അത്താഴമുണ്ടാക്കുന്നു, ഇതൊക്കെ. പക്ഷേ വലതുവശത്തേക്ക് നോക്കൂ, അതാണ് മാനസിക ഭാരം. തുണി അലക്കുന്നതല്ല, വീട്ടിൽ അലക്കാനുള്ള തുണി കുറഞ്ഞു വരുന്നു എന്നോർക്കുന്നതാണ്. അത്താഴമുണ്ടാക്കുന്നതല്ല, ഈ ആഴ്ച എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതാണ്. കണ്ടോ വ്യത്യാസം? ഒന്ന് ചെയ്യുന്ന ജോലിയാണെങ്കിൽ മറ്റേത് അതിനു പിന്നിലെ ആ ഒരു നിരന്തരമായ ചിന്തയും ഓർമ്മയും പ്ലാനിങ്ങുമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഈ മാനസിക ഭാരമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ പ്രോജക്റ്റ് മാനേജർ ആവുന്ന പണിയാണ്. എന്തൊക്കെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നെല്ലാം പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഓർമ്മിച്ചു വയ്ക്കുക, അങ്ങനെ. ശമ്പളമില്ല, പലപ്പോഴും ആരും കാണുന്നുമില്ല. പക്ഷേ 24 മണിക്കൂറും ഓണായിരിക്കുന്ന ഒരു ഫുൾ ടൈം ജോലി. അപ്പോൾ ഈ സംഭവം നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കിങ്ങനെയൊന്ന് സങ്കല്പിക്കാം. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ എപ്പോഴും ഓണായിരിക്കുന്ന ഒരു മാനേജറുണ്ട്. ഈ മാനേജർക്ക് പ്രധാനമായും 2 ജോലികളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വീടിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുക എന്നതാണ്. അതായത് എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു പോകണം. അതിനായി കൃത്യമായ റുട്ടീനുകൾ ഉണ്ടാക്കുക, ആഴ്ചയിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുക, കുട്ടിയുടെ സ്കൂളിലെ പ്രൊജക്ടിന്റെ ഡേറ്റ് മുതൽ കറണ്ട് ബിൽ അടയ്ക്കേണ്ട ദിവസം വരെ ഓർത്തുവയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ വീടിനെ ഒരു ചെറിയ കമ്പനി പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോലി. ഈ പഠനത്തിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. ഞായറാഴ്ചകൾ വിശ്രമിക്കാനുള്ളതല്ല, അടുത്ത ആഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമുള്ളതാണ്. ശരിയല്ലേ? പലർക്കും ഞായറാഴ്ചയെന്ന് പറയുന്നത് അടുത്ത ആഴ്ചയിലെ ഓട്ടത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. റെസ്റ്റല്ല, അടുത്ത റൗണ്ട് മാനസിക ഭാരത്തിനുള്ള പ്ലാനിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ആ തലയ്ക്കുള്ളിലെ മാനേജറുടെ രണ്ടാമത്തെ ജോലി എന്താണെന്നറിയോ? ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടാക്കിയെടുക്കുക. ഇത് മറ്റേതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇതിൽ വരുന്നത് മുഴുവൻ ഇമോഷണൽ കാര്യങ്ങളാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെയുണ്ട്, അവരുടെ വളർച്ച ശരിയായ രീതിയിലാണോ എന്നൊക്കെയുള്ള ടെൻഷൻ, നല്ലൊരു പേരൻ്റാകാൻ എന്തു ചെയ്യണം എന്ന ചിന്ത. ഇതൊന്നും വെറും ടാസ്കുകളല്ല, ഇതൊരു വലിയ വൈകാരിക ഭാരമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജോലി ഭൂരിഭാഗവും ഒരാളുടെ മാത്രം തലയിലാകുന്നത്? പഠനത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീ പറഞ്ഞതുപോലെ, ഇതൊരു സ്ത്രീയുടെ കാര്യമാണ്. അവൻ മാനസിക ഭാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഈ വാക്കുകൾ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതെ, എന്തുകൊണ്ടാണ് ഈ മാനസിക ഭാരം ഇത്രയധികം സ്ത്രീകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്? ഇതിന് വെറുതെ ഒരു ഉത്തരമില്ല. കുറച്ച് സാമൂഹികവും ചരിത്രപരവുമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഗവേഷകർ പറയുന്നത് കാലക്രമേണ അമ്മമാർ അവരുടെ ഉള്ളിലൊരു ആന്തരിക മാനേജറെ വളർത്തിയെടുക്കുന്നു എന്നാണ്. അതായത് പിന്നെ പുറത്തുനിന്നാരുമൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ നിരന്തരം ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ശബ്ദം, അതവരുടെ ഒരു ഭാഗമായി മാറുന്നു. ഇതിന്റെ പിന്നിലുള്ളൊരു തിയറിയെ സാമൂഹിക പുനരുൽപ്പാദന സിദ്ധാന്തം എന്ന് പറയും.
സംഭവം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഒരു സമൂഹത്തിന് പ്രവർത്തിക്കാൻ ജോലിക്കാർ വേണം, അല്ലേ? ഈ ജോലിക്കാരെ ഉണ്ടാക്കുകയും അവർക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തി വലുതാക്കുകയും ചെയ്യുന്നൊരു ജോലിയുണ്ട്. അതിനെയാണ് പുനരുൽപ്പാദന ജോലി എന്ന് പറയുന്നത്. ചരിത്രം നോക്കിയാൽ ശമ്പളമില്ലാത്ത ഈ ജോലി എപ്പോഴും സ്ത്രീകളുടെ ചുമതലയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ മാനസിക ഭാരം എന്നതെന്താണ്? അതാ പഴയ ജോലിയുടെ പുതിയ രൂപമാണ്. ശാരീരിക അധ്വാനം മാത്രമല്ല, അതിൻ്റെ ഫുൾ പ്രൊജക്ട് മാനേജ്മെന്റ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയൊരു പുതിയ വേർഷൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്? ഈ അദൃശ്യമായ ജോലിയെ ദൃശ്യമാക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം? കാര്യമുണ്ട്. കാരണം ഈ ഭാരം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അതിന് ശരിക്കും പ്രത്യാഘാതങ്ങളുണ്ട്. എപ്പോഴും ഒരു ക്ഷീണം, ഒരു തരം സ്ട്രെസ്സ്, ഒരിക്കലും ഒന്നും തീരുന്നില്ല എന്നൊരു തോന്നല്. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും. പിന്നെ എപ്പോഴും അയ്യോ ഞാനത് മറന്നോ എന്നൊരു കുറ്റബോധം. ഇതെല്ലാം ഈ ഓവർലോഡിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അദൃശ്യമായ ജോലിക്ക് മാനസിക ഭാരം എന്നൊരു പേര് കിട്ടിയത് തന്നെയാണ്. കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാനോ അതിന് പരിഹാരം കാണാനോ പറ്റില്ല. ഇതിനൊരു പേര് കിട്ടുമ്പോൾ കാണാത്ത ആ ജോലി എല്ലാവർക്കും കാണാൻ പറ്റുന്നു. അംഗീകരിക്കപ്പെടാത്ത ആ അധ്വാനത്തിനൊരു വിലയുണ്ടാകുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ആദ്യത്തെ പടി. ഇപ്പോൾ നിങ്ങൾക്കും ഈ അദൃശ്യമായ ജോലിയെ കാണാൻ കഴിയുന്നുണ്ടാവും. അതൊരു വലിയ തുടക്കമാണ്. പക്ഷെ ചോദ്യമിതാണ്, ഈ അറിവ് വെച്ച് ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇത് തിരിച്ചറിയുന്നത് എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.